ശരി, അടുക്കളയിൽ വേറെ ജോലിയൊന്നും ഇല്ലേടെ നിനക്ക്? ഇത് കുത്തിക്കൊണ്ടിരിക്കുവാണോ? എടീ, എപ്പോഴും ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിന്റെ കണ്ണ് പോവും. ആലിസ, ഞാൻ നിന്നോട് സംസാരിക്കുന്നത്, നീ കേൾക്കുന്നില്ലേടി? ഈ ജീൻസ് എങ്ങനെയുണ്ട്? ടീഷർട്ടും പൊള്ളിയല്ലേ? എനിക്കിപ്പോ ജീൻസും ടീഷർട്ടും ഒന്നും വേണ്ട. അതിന് ഇച്ചാരാണെന്ന് ആര് പറഞ്ഞു? എനിക്കാ. അനക്കാ? നീ ജീൻസും ടീഷർട്ടും ഒന്നും ഇടാറില്ലല്ലോ? ഇടാറില്ല, പക്ഷെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു ആഗ്രഹം. നീ ജീൻസും ടീഷർട്ടും ഇട്ടോണ്ട് നിന്റെ വീട്ടിലോട്ട് പോകും. നിന്റെ അപ്പച്ചൻ നിന്നെ മടലെടുത്തടിക്കും. അതിന് നാട്ടിലോട്ട് പോകണ്ടല്ലോ, ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോ ഇട്ടോണ്ടൊക്കെ നിൽക്കാലോ. എന്നാത്തിന്റെ കേടാടി? എന്റെ ഇച്ചായനല്ല എന്നോട് പറഞ്ഞത് ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ പഠിക്കാനായിട്ട്. പഠിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ഓൺലൈൻ ഷോപ്പിംഗും ഒക്കെ പഠിച്ചു. എന്തോരം സാധനങ്ങളാന്നറിയോ ഇച്ചായ? കൂടുതലും ആവശ്യമില്ലാത്ത സാധനങ്ങളാ. എന്ത് പറയാനാണ് ആലിസ, ഒരു ചായ എടുക്കടി. എടി, ഒരു ചായ എടുക്ക്. ചായ തരാം. ആലിസ, ആലിസ, ചായ തരാന്ന് പറഞ്ഞില്ലേ? കുറെ നേരം വരെ ചായ ചായ കൊണ്ട് അവിടെ എങ്ങനെ പോയിരിക്കും? ചായ ചായ നേരം വെളുക്കുമ്പോ തന്നെ ഒരു 10,000 ചായ ചോദിക്കും. ചായ എടുക്കാം. എടുക്കാന്നോ? ഇടി, ചായ കുടിക്കാൻ മൂഡ് തോന്നുമ്പോഴല്ലേ ചായ വേണ്ടത്, അല്ല നിനക്ക് ഇഷ്ടമുള്ളപ്പോഴാണ് എടുക്കുന്നത്. ഈ ചായ അത്രക്ക് മൂഡ് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ചായ ഇട്ട് കുടിക്കണം. ആണുങ്ങൾ ചായ ഇടാൻ പാടില്ലെന്നുള്ള നിയമമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? എന്നാടി ഈ ചായന്റെ ഫോണിലായിരിക്കും ഒരു OTP വന്നതാ. ഞാൻ നേരത്തെ ഒരു ജീൻസും ടീഷർട്ടും കാണിച്ചില്ലേ, അത് ഞാൻ ഓർഡർ ചെയ്തു. എങ്ങനെ ഓർഡർ ചെയ്തെന്ന് ചോദിക്കേ? ദേ, ഇച്ചായന്റെ ATM കാർഡ് വഴി അതിന്റെ OTP നമ്പറാ വന്നതെന്ന് പറഞ്ഞേ. നീ എന്നാടി എന്നോട് ചോദിക്കാത്ത? എന്ത് ഇത്ര നിസ്സാര കാര്യമൊക്കെ എന്തിനാ ചോദിക്കുന്നത്? പറഞ്ഞതാ നമ്പർ. നിനക്ക് എന്തിന്റെ കേട്? ആവശ്യമില്ലാതെ കാശ് ചെലവാക്കരുതെന്ന് നിനക്ക് പറഞ്ഞിട്ടില്ല നിന്നോട്? ആർക്കും ആവശ്യമില്ലാതെ? എനിക്ക് ആവശ്യമുണ്ട് ഇച്ചായ. നമ്പർ പറ. എന്നാടി ആലീസേ? നമ്പർ പറഞ്ഞു തരാൻ. എന്തൊരു ശല്യമാ നോക്കി. താങ്ക് യു. ഒരാഴ്ചക്കുള്ളിൽ വരും. കാലം പോയൊരു പോക്കല്ലേ ഇച്ചായ? ഇച്ചാൻ ഇതൊന്നും എന്നെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിലേ സത്യമായിട്ട് ഇതൊന്നും അറിയാതെ ഞാനൊരു മുലക മണ്ടീനെ പോലെ ഇരുന്നേനെ. എന്നെ ഇച്ചാൻ ഇതെല്ലാം പഠിപ്പിച്ചല്ലോ. എന്നോട് സ്നേഹമുള്ളോണ്ടല്ലേ? സുന്ദരൻ. ചടുക്കാട്ടെ. ഫോൺ ഇവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും ഓർഡർ ചെയ്യും. ഇതിനേക്കാൾ നല്ലത് മണ്ടിയായിട്ടിരിക്കുന്നതായിരുന്നു. കാടെടുത്ത് എവിടെയെങ്കിലും കൊണ്ട് വിളിപ്പിച്ചു. സുമിത്രയ്ക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, ഇവിടെ ആലീസിന് അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. അവള് ഓൺലൈൻ എന്തൊക്കെയോ വാങ്ങിക്കുന്നു, OTP വരുന്നു, കാശ് ഞാൻ കൊടുക്കുന്നു, OTP വരുന്നു, കാശ് കൊടുക്കുന്നു. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ കാശ് പോയിക്കൊണ്ടേ ഇരിക്കുക. ഇതിപ്പോ സുമിത്രയുടെ അക്കൗണ്ട് അല്ലേ, അതിനകത്ത് കിടക്കുന്ന പൈസ തീരുമ്പോ അവിടെ അതൊക്കെ മാറിക്കോളൂ. പിന്നെ ആ പൈസ കൊണ്ട് എനിക്കൊരു 10 പൈസ ഗുണമില്ല. വീട്ടിൽ ഇച്ചിരി സമാധാനം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ സാറേ. 5000. പവിത്ര, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. പണ്ടത്തെ പോലെ ഒറ്റത്തടിയല്ല, ഇപ്പൊ ഒരു കുടുംബം ഉണ്ട്. കാശൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇവിടെ തന്നെ നോക്ക്, ഞാനും ഇച്ചാനും എന്തോരം ശ്രദ്ധിച്ചാന്നറിയോ ചെലവാക്കുന്നത്. ഇച്ചാന് കുറച്ച് ദൂർത്തൊക്കെ ഉണ്ട്, പക്ഷെ ഞാനുണ്ടല്ലോ മുറുക്ക പിടിക്കും. അല്ലേ ഇച്ചായ? അത് ഇച്ചാനിപ്പോ പറഞ്ഞങ്ങ് നാക്കെടുത്ത് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. പറഞ്ഞോ? ശരി എന്നാ കേട്ടോ. ഇച്ചായ, ഇന്നലെ രാത്രി ഞാൻ ചുരിദാർ കാണിച്ചില്ലായിരുന്ന ഓൺലൈനില്, പിങ്ക്? പിന്നെ അത് ഞാൻ ഇന്ന് ഓർഡർ ചെയ്യേ. OTP വരും, അപ്പൊ പറഞ്ഞു തരണം. പറഞ്ഞുതരാം. OTP വരും, പറഞ്ഞു കൊടുക്കുക. അതെ, കാശ് 2 ആഴ്ച കഴിയുമ്പോ തിരിച്ചു തന്നേക്കണേ. വിട്ടോ. ഈ OTP സംഭവം കൊള്ളാം അല്ലേ? കൊള്ളാം, നല്ല സംഭവം. നല്ല കളറല്ലേ? എനിക്കില്ല ഇതുപോലത്തെ. നേരത്തെ പവിത്രം നിന്നോണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. 2 ആഴ്ച മുന്നേ നീ ഓൺലൈനിൽ ഒരു ചുരിദാർ മേടിച്ചില്ലായിരുന്നോ? അതെവിടെ? അലമാരയിൽ വെക്കാനാണോ അത് മേടിച്ചത്? അല്ല, ആ നാട്ടിൽ പോകുമ്പോഴത്തേക്കേ അത് ഗ്രേസിയാൻ്റെ മോക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. ഗ്രേസിയാൻ്റെ മോക്ക് കൊടുക്കാനോ? ഗ്രേസിയാൻ്റെ മോക്ക് കൊടുക്കാനാണോ അവിടെ അത് മേടിച്ചേ?
ഗ്രേസിയാനയുടെ മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല വാങ്ങിച്ചത്, എനിക്കിടാൻ വേണ്ടി തന്നെ വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് കയറുന്നില്ല ചായ. ഇത് ഇവിടെ കൊണ്ട് ഭയങ്കര റേറ്റ്. 1052 രൂപ കൊടുത്തൊരു ചുരിദാർ മേടിച്ച് അത് കൊണ്ടുവന്നപ്പോൾ ചെറുതാണെന്ന് മനസ്സിലാക്കി അത് മടക്കി നീ അലമാരയിൽ വെച്ചു. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത ചുരിദാർ ഓർഡർ ചെയ്യുന്നു അല്ലേ? എന്നാടി ഇത്? ഇനി എനിക്ക് അബദ്ധം പറ്റത്തില്ല ചായ. ഞാൻ കറക്റ്റ് സൈസ് നോക്കിയിട്ട് തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വരുമ്പോ ചെറുതാണെങ്കിലോ? ചെറുതാണെങ്കിൽ കംപ്ലൈന്റ് ചെയ്യും. എന്നാ പിന്നെ നേരത്തെ കംപ്ലൈന്റ് ചെയ്യായിരുന്നല്ലോ. അതാ കംപ്ലൈന്റ് ചെയ്യാത്ത? എന്താ ഫോൺ ചെയ്തിട്ട് അവർ എടുത്തില്ലേ? അല്ലെ ഇമെയിൽ ചെയ്തിട്ട് അവർ മറുപടി അയച്ചില്ലേ? എന്തിനാണ് വെറുതെ കാശ് ചെലവാക്കിക്കുന്നത്? എന്റെ ഇച്ചായ ഇപ്പൊ ഓർഡർ ചെയ്തേക്കുന്നതിന് 1052 രൂപയൊന്നും ഇല്ല, വെറും 900 രൂപയുള്ളു. 900 എന്ന് പറയുമ്പോൾ 1052 വലിയ കുറവുണ്ടോ? എടി കഷ്ടപ്പെട്ടാടി ഞാൻ കാശുണ്ടാക്കുന്ന. കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നതിന്റെ വില അവർക്ക് മനസ്സിലാവൂലല്ലോ. ചെലവാക്കാൻ എന്ത് എളുപ്പമാ. ഓഹോ, അപ്പൊ ഇതാണല്ലേ ഇച്ചാന്റെ മനസ്സിലിരിപ്പ്? ഇച്ചായ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന, ഒരു പ്രയോജനമില്ലാതെ ഞാനത് ഇവിടെ ഇരുന്ന് മൊത്തം തൂർത്തടിക്കുന്നു, മൂക്കുമുട്ട തിന്നുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇച്ചായ പറഞ്ഞതിന്റെ മൊത്തം അർത്ഥം ഇത് തന്നെയാണ്. ആണ്, ഒരു പ്രയോജനം ഇല്ലാതെ എന്നെ ചെല്ലും ചെലവും കൊടുത്ത് ഇച്ചായ വളർത്തുന്നു, അതല്ലേ? ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഞാൻ കാശ് ചെലവാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, ആവശ്യത്തിന് മാത്രമേ ചെലവാക്കാവൂ. അങ്ങനെയാ ഞാൻ ഉദ്ദേശിച്ചേ. ഇനി ഇച്ചായ ഒന്നും പറയണ്ട, സത്യമായിട്ട് ഞാൻ ഇച്ചായന്റെ 1 രൂപ പോലും ഇനി ചെലവാക്കിക്കത്തില്ല. ഞാൻ ഒന്നും ഓർഡർ ചെയ്തില്ല. ഒരു ഗുണമില്ലാത്ത ഞാനില്ലേ ഇവിടെ അടുക്കളയിൽ ഏതെങ്കിലും ഒരു മൂലക്ക് ഇരുന്നോളാം. OTP ആയിരിക്കും. ഈ പ്രാവശ്യം കൂടെ ഒന്ന് പറഞ്ഞു തന്നിട്ട് ഇനി സത്യമായിട്ട് ഞാൻ ഒന്നും ഓർഡർ ചെയ്തില്ല. സന്തോഷമായില്ലേ? എന്റെ ആലിസ്, വിചാരിച്ചില്ല എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയണം. എന്നാ മെലോഡ്രാമ ആടിയത്? OTP കുന്ത്രാണ്ട പിടിച്ചോ. OTP എത്രയാ പറ? അനക്കെന്താ കണ്ണ് കാണത്തില്ലേ? കൊണ്ടുപോയി തിന്ന്.